ബൈബിൾ വായിക്കുന്നു. സഭാപ്രസംഗി 12-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. നിന്റെ യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമല്ലെന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കഥകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും. പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്നവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ബദാമർഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും. രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും.
അവർക്ക് എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവെ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ യാത്രയായി വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും പുനരുദ്ധാന ദിവസം വരെ അവിടെ ആനന്ദം അനുഭവിച്ച് പുത്രപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ നിന്റെ മുഖപ്രസന്നതയോടെ അഭിമുഖീകരിക്കാനോടെ ആകണമേ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരവനോട് കരുണയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ നിമ്പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കഴിയേണ്ട പാവങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്നാൽ അതിക്രമങ്ങളെ അറിയുന്നതിന്റെ പാവങ്ങൾ എപ്പോഴും എനിക്ക് വിരോധമായി നേരിട്ടിരിക്കുന്നു. വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുവമ്പത്തിന്മകളെ ഞാൻ ചെയ്തു എന്നെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുന്ന ആയുധത്തിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങൾ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു നിന്റെ ആണിത രഹസ്യങ്ങളെ അറിയിച്ചു. സ്വാപാടിനെ നൽകണമേ. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണവും എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. നാലോ നിന്റെ ആത്മാവ് രക്ഷണയ്ക്ക് തിരിച്ചുവരണമേ. മാതോളം എൻ്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ ഒഴിവെടുപ്പിക്കും. ഭാവികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്തെന്നാ ബലികളിൽ നിന്നൊരു മനസ്സായില്ല. ഹോമവിലുള്ള നിരപ്പായതുമല്ല. ദൈവത്തിൻ്റെ ബലിയിൽ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. മക്കൾക്കുദ്ധാനം വാഗ്ദത്തം ചെയ്തോൻ മശിഹ നിൻ ശരണത്തിൽ നിദ്രിതരാം ഭക്തർ കരുളണമുദ്ധാനം. വാസത്തെ നടിയാനെ നീക്കിയ മശിഹ കനിവോടു കൈക്കൊള്ളണമിവനെ വിധിയതിലേറ്റരുതേ നാഥ. വെളിവായെല്ലാം തൃക്കണ്ണാൽ കാണും മശിഹ രാജാവേ നിൻ മഹിമാദയ ദിവസത്തിൽ ഇവനുടെ കറവളിവാക്കൽ. നിൻ ശരണത്തിൽ നിദ്രിതനാം ദാസനു മശിഹ സ്മൃതി നൽകി നിൻ മഹിമോദയ ദിവസത്തിൽ വലഭാഗത്തായി ചേർക്കേണം.
സ്വർഗകവാടം ഭേദിക്കും ബറുദീസിന്ദ കോൽമശിഹ തവ ശരണേ മൃതനാം ദാസൻ അൻപാൽ വാതിൽ തുറക്കേണമേ. സഹജ കരയരുതേ, നാഥൻ പ്രഭയിൽ പാർപ്പിക്കും വഴി കാണിക്കും ബറുദീസിൻ കാവൽ ക്രോബേ മാലാഹ. ലോകത്തേന്നും ലസർഗുദാനം നൽകിയ നാഥം കബറതിൽ നിന്നും നിന്നെ വിളി ചേറ്റിടും ബറുദീസായിൽ. ദ്രുപദേ സൃഷ്ടിപദേ സർവരഹസ്യം കാൺമോനെ, നാഥ കൃപയാൽ ഞങ്ങളെ നിൻ ചിറകിൻ മറവിൽ ചേർക്കേണമേ. ശരണത്തിൽ നിൻ കൃപയിൽ നിദ്രിതനാമീ സോദരനെ നിന്നാഗമന പെരുന്നാളിൽ നിൻ കൃപ നേരിട്ടിടേ. മിനവോലം വൽമീനാമീൻ ജനകാത്മജപാവനറുഹ സത്യകേശ കൽപ്പനയാൽ വാങ്ങിയൊരാത്മാവങ്ങയ്ക്കായി വന്ദനവും സ്തുതിയും നൽകും. മറിയോറാഹമേനുവാദ ബാറഖ്മോർ കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം ഇവിടെ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ക്രൂരന്മാരായ ശുദ്ധപിശാചുക്കളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിലെ അദൃശ്യ ശത്രുക്കളുടെ വഞ്ചക സമൂഹത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ളവരുടെ വാസസ്ഥലങ്ങളിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം ഈ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഈ ആത്മാവ് നിന്റെ വിശുദ്ധന്മാരുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് ഇപ്പോഴും എന്നേക്കും പാർക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നദാ നിങ്കലുയർത്തുന്നാത്മത്തെ ഹാലേലൂയ. നീയൻ ശരണം ഞാൻ ലജ്ജിക്കരുതേ ദേവേശ. വൈരികളുടെ അമ്പം കാട്ടരുതന്മേൽ ഹാലേലൂയ. ലജ്ജിക്കരുതേ നിന്നാശ്രിതരാരും ലജ്ജിക്കും ദോഷികൾ വ്യർത്ഥതയാൽ ഹാലേലൂയ. കർത്താവെ കാട്ടുക നിൻ പാതകളെ, അറിയിക്കണമെന്നെ നിൻ ചെറുവഴികൾ ഹാലേലൂയ. നേരി നയിച്ചെന്നെ പരിശീലിപ്പിക്കാം. ശുഭോല ബോല ബുറോവൽ റൂഹോ കാദിശോ മനോലം സർവേശ മെസ്സിക വിശ്രാന്തി മതും ദാസ കരുൾക മരണം കൈക്കൊണ്ടോ നാം നീ പാദ ലസുധരെ നശം തീർത്തെഴുന്നേൽപ്പിപ്പാൻ സാക്ഷാത്മാത്മാവോദ്ധാനങ്ങൾ വാഗ്ദത്തം ചെയ്തോതിയ പോൽ ആശ്വാസം അവർക്കുദ്ധാനേ നൽക. കുറിയേലായിസോൻ ബാറക്മോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പോഴ്ചയും മറുനാളും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ അർഹതയുള്ളവരായി ഭവിക്കണമേ. ബറക്മോർ സ്വന്തം രൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ഛായയിൽ നമ്മെ നിർമ്മിച്ച സൃഷ്ടാവും മണ്ണുകൊണ്ട് നമ്മെ മനഞ്ഞുണ്ടാക്കുകയും തൻ്റെ നീതിയിൽ അതിലേക്ക് തന്നെ നമ്മെ തിരിച്ചയക്കുകയും കൃപയോടെ അതിൽ നിന്ന് വീണ്ടും ഉദ്ധരിക്കുകയും ചെയ്യുന്ന നിർമ്മിതാവുമായവന് സ്തുതി. തൻ്റെ ദാസൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുലവന്യാവുമോ സദായാൽമീൻ. ബറക്മോർ ബലവാനും യോദ്ധാവും ഭയങ്കരനും സകലത്തെയും ഭരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ സകലവും ഉണ്ടാവുകയും നിന്റെ കൽപ്പനയാൽ തന്നെ എല്ലാം അഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. തിരുവിഷ്ടപ്രകാരം തന്നെ ജീവനും അവിടുത്തെ ആംഗ്യത്താൽ അവസാനവും സംഭവിക്കുന്നു. ദൈവമേ, ജീവഗ്രാണവും സകലത്തിൻ്റെ ശ്വാസവും നീയാകുന്നു. നിന്നുള്ള പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിൽ നിന്ന് യാത്രയായി നിദ്ര പ്രാപിച്ചിരിക്കുന്ന
ഈ ദാസനിൽ കനിവ് തോന്നണമേ. നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് കടക്കുവോളം നിന്റെ വിശുദ്ധ സേനകളാൽ ഇവന് സഹായം നൽകണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ കർത്തൃത്വം വെളിപ്പെടുകയും നിന്റെ പരാക്രമം അറിയപ്പെടുകയും നിന്നെക്കുറിച്ചുള്ള ഭയം എല്ലാവരിലും ഉണ്ടാകുകയും ചെയ്യുന്നതായ അവസാന പുനരുദ്ധാന ദിവസത്തിൽ മാലാഖമാർ കാഹളനാദം പുറപ്പെടുവിക്കുകയും മാലാഖമാർ ടോസിക്കുകയും അഗ്നിമേന്മാരുടെ സകല സംഘങ്ങളും നിന്റെ ഭയങ്കരതയുടെ പ്രഭാവത്തെ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ രാജ്യങ്ങൾ മാഞ്ഞു പോവുകയും തലസ്ഥാനങ്ങൾ അഴിഞ്ഞു പോവുകയും പ്രശംസക്കാരുടെ സിംഹാസനങ്ങൾ നശിച്ച് മറിഞ്ഞു പോവുകയും സംവത്സരങ്ങൾ ഛേദിക്കപ്പെടുകയും മാസങ്ങളുടെ സംഖ്യയ്ക്ക് അഴിവുണ്ടാകുകയും രാപകലുകൾ ഒടുങ്ങിപ്പോവുകയും സൃഷ്ടി മുഴുവനും ശൂന്യമായി അവശേഷിക്കുകയും ആകാശം ഇളവുകയും സൂര്യൻ അന്ധകാരപ്പെടുകയും ചന്ദ്രനും നക്ഷത്രങ്ങളും കാർമേവാഹൃതമായി തീരുകയും ചെയ്യുന്നതായ സമയത്ത് ഭയങ്കരമായ ആ നിലയിൽ നീ ആഗതനാവുകയും പ്രത്യക്ഷമായി കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെയും അതിർത്തികളെയും ഭയത്തോടും വിറയലോടും കൂടി നിർത്തുകയും നീതിമാന്മാർ ആനന്ദിക്കുകയും പുണ്യവാന്മാർ സന്തോഷിക്കുകയും പ്രകാശ സന്താനങ്ങൾ എല്ലാവരും നിന്നെ എതിരേൽക്കുവാനായി പുറപ്പെടുകയും ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതിയർ മ്ലാനവതരാകുകയും ദുഷ്കർമ്മികൾ നാണിച്ചു നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമായ നിന്റെ ശബ്ദം എല്ലാ ജഡങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും നീതി കോപിക്കുകയും അഗ്നി ജ്വലിക്കുകയും വാൾമൂർച്ച കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും ഉത്തമന്മാർ വേർതിരിക്കപ്പെടുകയും പാപികൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവർത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് അവിടെയുള്ള ശിക്ഷാവധിയിൽ നിന്നും ദണ്ഡനങ്ങളിൽ നിന്നും ഈ നിന്റെ ദാസന്റെ ആത്മാവിനെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവേ, ഭയങ്കരമായ നിന്റെ ന്യായവിധി മഹനീയമായ നിന്റെ ശ്രേഷ്ഠതയും കൽപ്പനയാലും ഇവന്റെ ദേഹിയെയും ആത്മാവിനെയും വിശദീകരിക്കണമേ. ഇവന് വേണ്ടി ഞങ്ങൾ നിനക്കടച്ചിരിക്കുന്ന ഈ ധൂപത്താൽ ഇവന് പാവപരിഹാരം നൽകണമേ. കരച്ചിലോ ബിലാവോ ഇല്ലാത്ത സന്തോഷോല്ലാസങ്ങളുടെ സ്ഥലത്ത് ഇവനെ ആശ്വസിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളും വിശ്വാസികളായ സകല മരിച്ചുപോയവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ ആദമിലാരംഭിച്ചായതമായി മഷിഹായോളം മാരണം നീണാളോടി മഷിഹായ മരണത്തിനധികാരം ഒഴിവാക്കി പാപത്തിൻ മുന നീക്കി ഘോഷിക്കും നല്ല തലമുറയും സ്കീപ്പായിന്മേൽ നേടിയതാം വിജയത്തെ പുനരുദ്ധാനത്തിൽ മാഞ്ഞിടും ഹൃദയോട് പാപം ലജ്ജിതനാകും സാത്താൻ നീതിപരന്മാരെല്ലാം മോദിക്കും ശോഭനമാം വസനത്താൽ ഭൂഷിതരായി ദീപികയാളിച്ചിട്ടവരെത്തും മണവാളനുമായി മണവറയെ പോകിടുവാൻ ബാറക്കുമോൻ ഗാത്രത്തോടാത്മാവോതുന്നു സസമാധാനം പ്രിയ സഹജ മരുവുക നീ പോകുന്നേ നിന്നരുകി നിന്നേരം നിഖിലേശൻ കൽപ്പിക്കും സ്ഥാനത്തിൽ കർത്താവിൽ ഞാനാശിക്കുന്നുണ്ട് ധാനത്തിൽ നിന്നെ കാണാൻ വീണ്ടും മെനവോലം വാദാമിനോലം ജാവേൻ വരവെങ്കൽ ദൂതവരന്മാർ കാളമോതുന്നേരം കബറുകളും പാറകളും പൊളിയുമുടൻ മൃതരെല്ലാം ഉദ്ധാനം ചെയ്തിടും ദീപികയാളിച്ചിട്ടവരെത്തും മണവാളനുമായി മണവാറയെ പോകിടുവാൻ ന്യായാധിപനാഥയേശോയെ വിധി വിജയം നേടുന്നോൻ ധന്യേ നാമങ്ങന്നോർബേൻ സോദരരെ
വിധി വിജയം നേടുന്നോൻ ധന്യൻ. നാം ഇന്നാൾ വീട്ടിൽ ഭക്ഷിക്കും, നാളെ കബറുകളിൽ മൗനികളാം. നിത്യമിതോർക്കുന്നോൻ താൻ ധന്യൻ. ഭ്രാതാക്കന്മാരെ സശ്രദ്ധം കേട്ടറിവിൻ നിങ്ങൾ സമ്പത്തും സൗന്ദര്യവും ആജ്ഞാശക്തിയതും പോയി പോയി നിശേഷം മാഞ്ഞിടും. നിത്യം വാഴുന്നോൻ താൻ ധന്യേ. മൃതസങ്കേതം ഞാൻ പ്രാപിച്ചു, മോദകരം തേജസ്സങ്ങില്ല. നീ എൻ തേജസ്സാവുകനാഥ, ശാശ്വത തേജസ്സേ നിന്നാൽ ഞാൻ ആനന്ദസ്ഥാനം പ്രാപിക്കും. ധാനദിനേ മൃതജനതയ്ക്കുയരേകി ശോഭനഗാത്രം നൽകും മഷിഹാധന്യൻ. ഹേ മൃതികതരേ യോദ്ധാനം ദ്രുതമെത്തും. ഖേദിക്കേണ്ട ദേഹത്തെ നാശത്തിൽ സുന്ദരമായി നിങ്ങളെ നിർമ്മിച്ചോൻ. ഗാത്രത്തിനുദ്ധാനം നൽകി സർവർക്കും പ്രതിദാനം യോഗ്യത പോലരുളിടും. ആർദ്രതമൂല പാതാളം പൂകിവരാർ കല്ലവർക്കും മാർഗം കാണിച്ചോനെ. ആദാമ്യർക്കു സ്ഥാനം നൽകാൻ അന്ത്യദിനെ നീ വന്നിടുമ്പോ നിന്നിലുറങ്ങും ദാസേ നമ്മോട് നൽകുക ജീവൻ. സ്നേഹിതരെ മൃതിദൂതൻ വന്നെത്തി, വേഗം പോവാൻ അവനെന്നെ ധൃതി കൂട്ടി. പരിചിതരെ കണ്ടിടാൻ അവനോടനുവാദം ഞാൻ അഭ്യർത്ഥിച്ചു. യാചനയും കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ. ഞാൻ ചെയ്യുന്നേൻ പ്രിയരേ വത്സലരേ, നോക്കിടുന്നേൻ പിഴയെന്നെ വിധിനിലയെ. എൻ പാപം ഞാനോർക്കുന്നന്നെ അവതേടും സംഭ്രമമിയലുന്നേൻ. അൻപുടയോൻ തൻ വരവിൽ കൃപ ചെയ്വാനർത്ഥിപ്പി. സോദരരെ മൃതിചരിതം മതകരമാം ഈ പാനീയം പാർക്കിലഹോ ബഹുദിക്തം. സുതരതിനാൽ താതനയും ജനനി ജനകന്മാർ വത്സല സുതരെയും ഓർത്തിടുന്നില്ലതിനെ നിയമിച്ചോൻ വാഴ്വുടയോൻ മുറിയോറാഹിം മേലൈനുവാദാറെ. ദൈവാത്മജനെ ശാശ്വത രാജ്യത്താശ്വാസം നിൻ ദാസന്നേകുക ധാർമ്മിക ശുദ്ധൻ മാരോടൊപ്പം. കല്ലറയുന്നും മൃതരെ ഏറ്റിട്ടുത്ഥാനത്തിൽ തേജോമയമാം വസ്ത്രം നൽകുന്നോനേ സ്തോത്രം. ദൈവത്താൽ പ്രേഷിതനാം ദൂതന്മാരെ ശീഘ്രം പ്രേഷിപ്പിച്ചിടുമ്പോഴെല്ലാം പാപം തീണ്ടിയൊരാത്മത്തെ ജവമിങ്ങെത്തിക്കെ
നീറനോടുന്നതനാങ്യത്താൽ കൽപ്പിക്കുന്നു. ഉദന്താണിട്ട് കിടന്നു ശിക്ഷ താടിക്കുന്ന മരണശ്രത്തെ ഗോത്രമശേഷം ചരമാം ദഹനൻ ബാധിക്കുന്നു. വേദനയാൽ അസ്ഥികളന്യോന്യം ദിക്കിടുന്നു. സങ്കടഭാരം മദനം ചെയ്വോ വെമ്പിൽ കാര്യം സർവവും ഒന്നായി വന്നിടുന്നു. തേജോരന്ധ്രം സുന്ദര നേത്രം മങ്ങിടുന്നു. ചുണ്ടുകൾ രണ്ടും മരണത്തിൻ വീഞ്ഞുൾക്കൊള്ളുന്നു. നിർമ്മിച്ചോന്താതൻ സ്തുത്യൻ അന്ത്യം ജീവൻ നൽകിയിട്ടവനെ മക്കളോടൊപ്പം തേജസണീച്ചിടും കല്ലറയെന്നും മൃതരേറ്റിട്ടുദ്ധാനത്തിൽ തേജോമയമം വസ്ത്രം നൽകുന്നോനേ സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ചെടി പോലെ പാറക്കുമോ മനോലം വാദ മനോലം വൽമീനാമീൻ മരണമടഞ്ഞൊരു ദാസനേ ജീവസരമണമേ കവറിനു ധ്യാനത്തിനായി സൗമൻകാലസ്കുറിയേലായി വിരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്തി അവരവരോടെഴുന്നേറ്റു ഉയരേകോം നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി എന്നും അവൻ ജീവിപ്പാൻ അങ്ങർത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിന് മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ നഷ്ടത്തിനാക്കി അനുകൂലമാക്കണമേ. പാർപ്പിക്കണമേ. വന്നവനും വരുവാനിരിക്കുന്നവനാണ് വാഴ്ത്തപ്പെട്ടവനാകുന്ന ശരികളും ആത്മകളും ശരിയായിട്ട് വിളിച്ചുമാറാകണമേ. ആമേ.
പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേറ്റ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങൾ ഓശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾ വേണ്ടി കുരിശിലൂടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ ആൾക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടക്കം ഭാഗം ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കരുത്. മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തിന് ദൈവത്തമ്പുരാൻ അപേക്ഷിച്ചു കൊള്ളണമേ. ബാർക്ക്മോർ വാങ്ങിപ്പോരെ ജീവിപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. കവറെടുക്കപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതിയും നിനേച്ച പിതാവിനും വിശുദ്ധ റൂഹായ്ക്കും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. ദിവസം കവറിൽ പാർത്തോനായ തൃത്വത്തിൽ ഒരുവനായുള്ളവനെ നിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്കുള്ള വാങ്ങിയവരായ ഞങ്ങളെ വാങ്ങിപ്പോയവരെ നീ ഉയർപ്പിച്ച് ജീവിപ്പിക്കണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ പാർപ്പിക്കണമേ. വന്നവനും വരുവാനിരിക്കുന്നവനും വാങ്ങിപ്പോരെ ഉയർപ്പിക്കുന്നവനായ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മകളും ഒരുപോലെയായിട്ട് വസിച്ചു പറയുമാറാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങൾ കണ്ണയ്യ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങൾ കണ്ണയ്യ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങൾ കണ്ണയ്യ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ. പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളുടെ ആവശ്യലാഭം നൽകണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യശക്തിയുമോ തലേഖനും ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കുരിശിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലുവാണമേ. ഞങ്ങൾക്ക് ആവശ്യലാഭം നൽകണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങുമ്പോൾ ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, പിന്നെ ആവശ്യങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണതാരണം മാഞ്ഞു പോകാനായിട്ട് നിന്റെ സ്നേഹത്തിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ മക്കൾ ഇറങ്ങിക്കൊണ്ടെന്ന് ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. അതേപോലെ ഭൂമിയിലാണമേ. ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് കുരിശിക്കപ്പെട്ടവനെ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് കുരിശിക്കപ്പെട്ടവനെ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. ഭൂമിയിലുവാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നൽകണമേ. ഞങ്ങളുടെ കാരോടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങുമ്പോൾ ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുത്. ഞങ്ങളോട് ഇരിക്കുന്നു. നല്ലവരെ ഞങ്ങളെ അപേക്ഷ സ്വരം കേട്ട് അനുഗ്രഹങ്ങളാകണമേ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിങ്ങനെ ഒഴിഞ്ഞിട്ട് ഉണർവോടെ തരുന്ന മുമ്പിൽ നിൽപ്പാൻ കൃപ നീ നൽകണമേ. ഞാൻ ഉറങ്ങുന്ന എനിക്കുള്ള എന്റെ ഉറക്കം കർത്താവേ തിരുമുമ്പിൽ ദോഷം കൂടാതാകണമേ. നന്മയെ ഞാൻ പൊറുക്കപ്പെടും. മറുക്കത്തെ ഞാൻ പഴിച്ചെങ്കിൽ പൊറുപ്പാകരണ നീ ചെയ്യണമേ. പറഞ്ഞ ഉറക്കത്തിൽ ലാഭൊക്കെ എന്നെ നിവരിക്കാതെ വരും വേണ്ട നിലവും എന്നിൽ മുഷ്കരമാക്കല്ലേ. അപേക്ഷയിൽ നിന്ന് എന്നെ നിരീക്ഷിച്ചു കൊള്ളണമേ. വേർപെട്ട നിന്ദേഹത്തെ ഞാൻ അനുഭവിച്ചതിനാലേ ശരീരത്തിൽ നിന്റെ വലത്തേതാക്കണമേ. നിന്റെ കർണകൾ കോട്ടേതായി എനിക്ക് നീ എത്തിച്ചു കൊള്ളണമേ. എന്നെ പറ്റുന്നമ്മയുടെ നിന്നോടുള്ള വേശയാലേ എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനടയരുത്. കർത്താവൻ പറഞ്ഞപ്പോ എന്റെ പക്കൽ തീക്കണമേ. നിനക്കുള്ള സ്ലീവായാലേ എന്റെ ആയുസ് കാക്കണമേ. മനുഷ്യനായി ഞാനറിഞ്ഞ ഞാനതിനെ ചെയ്യുവാനായി എന്തൊരു മനോടം അതിനാലേ എനിക്ക് നീ മനോടം ചെയ്യണമേ. പ്രകാശിച്ചു ആളുകൾ തന്നെ വാർക്കുന്നു. വെളുവരുടെ സുതരായവരും നിന്നെ തന്നെ വന്ദിക്കുന്നു. അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലുമതാകണമേ. ലോകത്തിലും അതുപോലെ കർത്താവേ നനക സ്തുതി, നനക സ്തുതി, സ്തുതി നനക സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നനക സ്തുതി. കേൾക്കുന്നവനെ യാചനകൾ നൽകുന്നവനെ കേട്ട് യാചനകൾ നൽകണമേ. ദൈവത്തിന് മഹിമപ്പെടുകയും ചെയ്യുന്നവൻ കർത്താവിനെ കുറിച്ച് എന്റെ ശരണവും എന്റെ സങ്കേതസ്ഥലവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുക.
അവൻ നിന്നെ വൃദ്ധന്റെ കണിയിൽ നിന്നും വൃത്ത സംസാരത്തിൽ നിന്നും വിടുവിക്കും. അവൻ തന്നെ തോൽക്കൊണ്ട് നിന്നെ മറയ്ക്കും. അവന്റെ ചെറുകളുടെ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിന്റെ ചുറ്റിലുമായതുമായിരിക്കും. ഈ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പിറക്കുന്ന അസ്ത്രത്തിൽ നിന്നും രട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. ഒരു ഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് വലതു ഭാഗത്തു നിന്ന് 10,000 വീഴും. അവർ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ദുഷ്ടന്മാരുടെ പ്രതിഫലത്തെ കാണും. നാലുപേരങ്ങളിൽ വാസസ്ഥലമാക്കി എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷത്തിനോട് അടുക്കുകയില്ല. ശിഷ്യന്റെ കൂടാരത്തിനെ സമീപിക്കുകയുമില്ല. എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്റെ മാലാമാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാൽക്കല്ലിൽ തട്ടാതിരിപ്പാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങളുമേൽ നിന്നെ വഹിക്കും. സിംഹത്തെയും മണലിയെ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മരിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. കൃഷകാലത്ത് ഞാൻ അവനോട് ഇവിടെ ആയിരിക്കും. ഞാൻ അവനെ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുന്നു. അവൻ നിന്റെ കാലിളവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാൻ ഉറക്കം തോന്നുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാൻ ഉറക്കം തോന്നുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവിന്റെ വലത്ത് കണ്ടു നിൽക്കുന്ന നെല്ലിടം. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. സർവദോഷങ്ങളും നിന്നെ കാത്തുകൊള്ളുവാൻ നിന്റെ പ്രാണനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും തമ്മിലേക്കും കാത്തുകൊള്ളും. ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു. മഹാനന്ദമറിക്കുന്നവനായ കർത്താവിന്റെ അനുഗ്രഹത്തിന് തിരുവങ്ങളെ മനുഷ്യങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ ശിംശിയാദിനെ പറഞ്ഞിരിക്കുന്ന സന്ധ്യയും മുന്നിലുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ സ്ലീബ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ സർവപരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ അടങ്ങൾ പരിഹാരം ഉണ്ടാക്കിയണമേ. കരുണ ചെയ്യണമേ. തന്റെ സ്ഥാനത്ത് നിന്നും തന്റെ സ്ഥാനത്ത് നിന്നും തന്റെ സ്ഥാനത്ത് നിന്നും വിശുദ്ധി മഹത്വമുള്ള ദുർത്തമേ, വിശുദ്ധി മഹത്വമുള്ള ദുർത്തമേ, വിശുദ്ധി മഹത്വമുള്ള ദുർത്തമേ, നീ വിശുദ്ധിയും നീ എന്നേക്കും വിശുദ്ധിയും നീ എന്നേക്കും വിശുദ്ധി ഉള്ളവനും ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. നിന്റെ ദൃശ്യസൂര്യനെ പോലെ ഭൂമിയിലുമാകണമേ. ക്ഷമിക്കണമേ. പ്രവേശിപ്പിക്കരുത്. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതിനെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യരായ ഞങ്ങളുടെ മനുഷ്യരായി തറയ്ക്കപ്പെട്ട് അടക്കപ്പെട്ട് മൂന്നാം ദിവസം തന്റെ പ്രധാന വലുതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മൊത്തത്തോടെ വരുവാനിരിക്കുന്നവനും രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനെന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും നീക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും ശ്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും കാതോലികവും സ്ലൈഹികവുമായ പാപമോചനത്തിന്റെ മാമോദീസാവെന്ന് മാത്രമാകുന്ന ഞങ്ങളേറ്റ് പറഞ്ഞ് മരിച്ചവരുടെ അർപ്പണം വരുവാനെങ്കിൽ ലോകത്തിലെ പുതിജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. ബാറക്കുമോ സമൻ കാലസ് കുറിയലായി മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം അനുഭവിച്ച ഉത്തമനും മരണമില്ലാത്തവനുമായ ദൈവമേ, നിന്റെ കരുണയുടെ പ്രത്യാശയിൽ നശ്വരമായ ലോകത്തിൽ എന്ന യാത്രയായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
ഇവന് ആത്മീയമായ പൂർണ്ണ വിശ്വാസം നൽകുകയും നിന്റെ രാജ്യത്തിലെ വിരുന്നിൽ തോഴന്മാരോടുകൂടെ ഇവനെ ഇരുത്തുകയും ചെയ്യണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ പൃഥുവത്ത പരിശുദ്ധാത്മാവായ ഏകദൈവമേ, നീ ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നന്നേക്കും ബഹുമാനം യോഗ്യമാകുന്നു. ഓശോ മബുക്കുലസുബാൻ ലവൽമേ ബർക്കന ബിശലമോറിയോ ഹല്ലേലൂയ കുലഹോൻ ഗറുമ ലസുമേ കാദീശോ ശോഭക്കുനാഥനേന്നാത്മാവേ ഹല്ലേലൂയ. ഓർക്കുകതൽ പ്രതിദാനങ്ങൾ മോചിച്ചിടും എൻ പാപങ്ങൾ. ഹല്ലേലൂയ. വേദനകൾ കേകും ശമനം നശമൊഴിച്ചമനം ചെയ്യും. ഹല്ലേലൂയ. കാരുണ്യത്താൽ താങ്ങും നിന്നെ സ്നാനെ നിന്നെ അണിഞ്ഞോരെ ഒടുവിന് നാദാ വെടിയരുതേ. തിരുമൈ ഭക്ഷിച്ചോരെ ദഹനൻ ഭക്ഷിച്ചിടരുതേ. നിന്നെ വാഴ്ത്തിയ വദനങ്ങൾ വിലപിക്കരുതേ. വേദനയാൽ മൃതരെ സന്ദർശിച്ച സുധാ കൃപയടിയാരിൽ ചെയ്യണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്വാതന്ത്ര്യവും പ്രഭയും വീഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാസമയത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ദൈവമേടി ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. മരിച്ചവരെ പുനരുത്ഥാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളുടെയും ജനങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണയിക്കുകയും മരണം മുഖേന അതിനെ അഴിച്ച് മായിച്ചു കളയുകയും അക്ഷയവും അനശ്വരവുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ ദാസന്റെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളും ആയുഷ്കാലം മുഴുവനും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. ബലവാനായ ദൈവം തമ്പുരാനെ, മഹനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ അവസാന ദിവസത്തിൽ പരേതർ നാശരഹിതരായി ഉത്ഥാനം ചെയ്യുകയും സകല പരേതരുടെയും അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ രണ്ടുപോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയും ശുശ്രൂഷകന്മാരായ മാലാഖമാർ ഭയത്തോടെ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായും സമർത്ഥന്മാർ വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാർ മണവറയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുഴത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികൾ ആഴമാറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടതുഭാഗം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരവർ അർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ഈ സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായ ഈ ദാസനിൽ നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ടതായ ഈ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ 10 കമ്പിയുള്ള കിന്നരത്തെ കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. മരണം നശിപ്പിക്കുകയും ചിതലിനും പുഴുവിനും കൂടായി തീരുകയും ചെയ്യുന്ന ഈ മാനുഷിക ജനലുകളെ കുറിച്ചും കോട്ടകളെ കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായി തീരുന്ന ഈ സുന്ദരമായ ആകാരത്തെ കുറിച്ച് നിനക്ക് കനിവുണ്ടാകണമേ. മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രയിൽപ്പെട്ടവനും ജീവനുള്ള നിന്റെ തിരിച്ചറി രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നിലുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നതിനുമായ ഈ ദാസനിൽ കനിവ് തോന്നണമേ.
പ്രീതിയോടുകൂടി നിന്റെ ദാസന്റെ ആത്മാവിനെ കാത്തുകൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് നിന്റെ സഹായത്താൽ നിന്റെ മാലാകമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഇവനെ സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി നിന്റെ മകനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോടൊരുമിച്ചുള്ള ആനന്ദത്തിൽ നിന്ന് നിന്റെ ദാസനെ തള്ളിക്കളയരുതേ. മനുഷ്യപ്രീതിയാൽ നിന്റെ മകനുടെ തോന്നി നിന്റെ മഹാകരുണയാൽ ദാസനെ ദർശിക്കുമാറാകണമേ. നിന്റെ തിരുനിവാസ സ്ഥാനത്ത് നിന്റെ മകനെ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള വരിയിൽ മകനെയും ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമണവറയിൽ ദാസനെയും ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുത്ഥാനത്തിനും നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും നിന്റെ ദാസനെ അർഹനാക്കണമേ. നിന്റെ മകന്റെ കടങ്ങളുടെ പാവചനത്താൽ നിന്റെ ദാസനെ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. മഹനീയമായ നിന്റെ തേജസ്സാൽ നിന്റെ മകനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലതു ഭാഗത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ നിന്റെ മകൻ ശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും അപകടപൂർണവുമായ ഈ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളെ കരുണാപൂർണമായ നിര്യാണത്തിനും നിന്റെ ഭവനക്കാർക്കും വത്സന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിനും അർഹരാക്കണമേ. ഞങ്ങളിൽ ഒരുവനെ പോലും നിന്റെ രാജ്യത്തിൽ നിന്ന് അന്യനും വേർതിരിക്കപ്പെട്ടവനുമാക്കി തീർക്കുമാറാകരുതേ. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഉള്ളതാകുന്നു. ഓശോ ബബുകുല സുബാൻ ലോൽ മിൻ ബാറക്മോ കാമനോ സ്വദാ വശവകരദാ ഹെ പത്രേ ഖുനൽ മലവോ അലമൽമി ജീവതനെ മൃതിയാർന്നോരെ ഉദ്ദാന ജയിപ്പോനെ ക്ഷണവും സ്വോത്രമറ്റോരാ മൃതികരെ ജീവിപ്പിക്കാൻ ലാസറിനെ കല്ലറയുന്നു ആഹ്വാനം ചെയ്തൊരു ശ്വാസത്തോട് മൃതി കൊണ്ടോ ഉദ്ധാനം നൽകിയിടണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിച്ചാകൊണ്ടിരിക്കുന്ന നിന്റെ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ കടച്ചതായി ധൂപം കൈക്കൊണ്ട പാപ പരിഹാരത്തിലും മോചനത്തിലും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്കും ഇവരെ നീ അർഹനാക്കണമേ. മോറൽ കൈക്കൊള്ളുകനാഥ നിന്ദാസൻ സംസ്കാരെ ഞങ്ങളണച്ചോ ഈ പരിമളധൂപം ശരണേ മരണമടഞ്ഞോർക്കാശ്വാസം പ്രതിയോടൊപ്പം നീ നൽകിയിടണമേ. ജീവപ്രദരാജൻ മഹിമയിൽ വാനത്തിന്നു മുതി ചേകും മൃതരാ അഖിലർക്കും ജീവൻ ഒന്നായി മൃതരെല്ലാം കബറിന്നു ദിതരായി പ്രാണൻ നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും. ഗാത്രം ഭക്ഷിച്ചുരലും രുതിരം പാനം ചെയ്തോനെ ഞാൻ വെടിയാശിയോടില്ലെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായ നീശൻ ചൊന്നോ രാവചനം സുദ്യം മനോലം വദമനോലം വൽമിനമി സ്നേഹത്തോടെത്തി ശ്രീവായാൽ രക്ഷിച്ചവനായി ഇനിയും വന്നി താതാമ്യരയേറ്റി മഹിമാംബരമേകും യവീരനീശോ നൃപനെ നാം സ്തോത്രം ചെയ്താരാധിക്കേണേ. കരുണാബ്ദേ നൽക നിന്നിൽ നേതൃതരാം നിന്ദാസന്മാർക്കായി സോദരരെ കാൺമീൻ കബറിൻ സംസ്കാരം പ്രത്യാകാരത്തെ പ്രത്യഹനിക്കുന്നു. അതാമീൻ ജയമോർത്തി മൃതിയിൽ കേഴി പ്രതിലോ
പാപത്തിൽ പൊടിയാമീ ഉലകത്തിൽ മോഹത്തെ വിടുവീൻ കരുണാപൂർണ്ണി സൃഷ്ടിക്കണമേ പുതുമയോർപ്പിങ്കൽ മൃതരുടെ ഹോമാനിൽ വന്നേറി കാൺമി പ്രതികൂമ്പാരമ്പോൾ കൂട്ടിയ മാനവതൻ ദുർഗാത്രങ്ങൾ പാഴ്വൺപാത്രങ്ങൾ ഭീകരമസ്തികളിൽ കൃമികൾ കൂടികൊള്ളുവോ ഇത് കണ്ടാൽ താഴ്ത്തും തലകർവീഷന്മാർ നശ്വരലോകത്തെ സ്നേഹിപ്പോർവടു സുന്ദരരെ പാതാളാംബുകിൽ സങ്കടരംഗത്തിൽ ദശതയെ കാൺമീൻ അഴകെല്ലാം പോയി ചമയങ്ങൾ പാഴാൻ ബോധം നൽകും പരിമളമില്ലവിടെങ്ങോ ആരെയും ഓടിക്കും ദുർഗന്ധം ഭാരം ചർച്ചക്കാരനെയും നേരിടുവാൻ വയ്യ നിൻ ശരണേ മൃതരാം ജനപ്രാതാക്കൾ സൗഭാഗ്യസ്ഥാനത്തേൽക്കണമാശ്വാസം വംശവിധിക്കാനി ആഗതനാകും നാൾ ഉന്നതമാം യെരൂശലേമിൽ നിന്നണിയ മോദകാരത്തിൽ വിമലന്മാരൊപ്പം നിത്യം പാടാൻ ഭാഗ്യം നേടണം സ്വർഗപദേ മൃതരെ ജീവിപ്പിക്കണമേ നിൻ ശരണേ ജീവൻ വിരമിപ്പിച്ചോര സകല പരേതർക്കും മോചനമേകണമേ നിന്നോട് വന്ദിനമതിനമോദീകണമേ അറിവില്ലാതെ തേജോധാരികളായി മണവരെ മോദാൽ പ്രാപിച്ചിടണം കാരുണ്യത്താൽ സൃഷ്ടിച്ചോൻ ജനക സ്തോത്രം സ്ലീബായാൽ രക്ഷിച്ചോൻ തനയ സ്തോത്രം പ്രാണതനാം പരിശുദ്ധാത്മാവേ ഞങ്ങളിലെപ്പോഴും മഷിഹാരക്ഷകനേ കനിവുണ്ടാകണമേ അടിയാരും മൃതരും നിന്നെ എന്നെന്നും സ്തോത്രം ചെയ്തിടൂ ആർദ്രയാൽ നാദാദേവാദാസന്നെ ഗണമേ പുണ്യം പാതാളത്തിൽ മഴിയും പാർപ്പിടവും പാർത്താൻ നിങ്ങളെ വേർപിരിയാൻ എന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു വന്നോൻ ദൂതൻ വീണാനൻ മീതെ വേഗം ഞാനറിയാതെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയാൻ ബന്ധവരെ കാണാൻ അല്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചേൻ കേട്ടില്ലേൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലെൻ കൈക്കൂലി ദാതൻ സോത്യൻ രക്ഷകനാം പുത്രൻ വന്യൻ കവറിനും പ്രതീസായിൽ ചേർക്കും റൂഹാസോത്രാർഹൻ ദേവാദാസന്റെ ഗണമേ പുണ്യം നിന്മഹിമനാൾ തന്നിൽ നിർത്തണമേ ഫലമായി കൃപ ചെയ്തതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ ജീവാശ്രമതുണർത്തണമേ കബറിന്നും ധ്യാനത്തിനായി സോമൻകാലസ്കുലിയലായി ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ബ്രദരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീ അവരവരോട് എഴുന്നേറ്റു ചെയ്തിടുന്നു ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അംഗത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാത്തന്നരുടെ മഹത്വം നിറഞ്ഞിരിക്കുന്നവനെ പാർപ്പിക്കണമേ ഒന്നാനും പരിപാലിക്കുന്നവരാണ് വാഴ്ത്തപ്പെടാറാകുന്നുവെന്ന് ശരിയായിട്ട് വിളിച്ചുമാറാകണമേ ആമീൻ.
His Eminence, more Dr. Ayub Silvanios Thermeni, Archbishop of North America, Canada, and Europe, and respected clergy, all family and friends that are gathered here and watching online. Thank you for being here to celebrate the life of Jos Abraham Mangalath. My name is Jace. I'm one of Uncle's nephews. On behalf of the Mother and Jared family, we love you, Jos Uncle. You will be missed dearly, and we pray for you, and we'll remember you fondly. Deepest condolences to Shoshana, Marilyn, Jacoby, Sonia, and all the families and siblings. Jos Uncle left quite an impression on me when I was younger. He was distinct from most uncles and had his own style and didn't follow anybody. I admired that about him. He enjoyed laughing and telling jokes, and he always had a big smile. I'll never forget the countless Thanksgivings we spent at his house. He left too soon, and we know you're in a great place now, Uncle. We'll take this time to reflect on his life, and we'll have speeches in between the viewings. If you wish to speak, please let me know. And I now welcome Thermeni and any of the clergy to come and speak. ഇവിടെ ഒത്തിരി ആളുകളാണ് അതിൽ കൊണ്ട് ഓരോരുത്തരായിട്ട് വന്ന് കണ്ട് പോകണം. ആ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛന്മാരാരെങ്കിലും പ്രസംഗിക്കുന്നതായി. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോസ് അച്ഛൻ അനുശോചന പ്രസംഗം അറിയിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആകസ്മികമായ വേർപാട് പ്രിയപ്പെട്ടവരെല്ലാം വേദനിപ്പിക്കുന്നതായ അനുഭവമാണ്. പ്രിയപ്പെട്ട ജോസാന്റെ വേർപാടും അതേ രീതിയിൽ തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മുഴുവനും അതൊരു വേദനാജനകമായ, പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്കിംഗ് ന്യൂസാണ്. ജോസാന് എപ്പോഴും നമുക്കറിയാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വളരെ സജീവമായിട്ട് നിലനിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് യോങ്കേഴ്സ് പള്ളിയിൽ ഞാൻ അമേരിക്കയിൽ വരുന്ന സമയത്തൊക്കെ യോങ്കേഴ്സ് പള്ളിയിലെ എല്ലാ കാര്യങ്ങളുടെയും മുൻനിരയിൽ ജോസാന വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ 1-2 കൺവെൻഷനുകളിലൊക്കെ, നമ്മുടെ ഫാമിലി കോൺഫറൻസ് ടൈമിലൊക്കെ അതിൻ്റെ ഭാരഭാഗിത്വം വഹിച്ചുകൊണ്ട് വളരെ മുൻനിരയിൽ സജീവമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ യോങ്കേഴ്സ് പള്ളിയിൽ ശുശ്രൂഷിച്ചിരുന്ന കാലത്ത് ഒരു വർഷത്തെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയത് ജോസ്റ്റാനായിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് വളരെ അടുത്ത് ഇടപഴകുവാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഭവനത്തിൽ പോവുകയുണ്ടായി. ശോശാമ്മയോടും കുഞ്ഞുങ്ങളുമായിട്ട് അല്പം സമയം സംസാരിക്കുവാനായിട്ട് ഇടയായി. ആ സമയത്തൊക്കെ അവരിൽ നിന്ന്, പ്രത്യേകിച്ച് ശോശാമ്മ പറഞ്ഞ കുറേ കഥകളൊക്കെ ഇത്രമാത്രം വിശ്വാസത്തോടെ ദൈവ സ്നേഹത്തിൽ മുന്നോട്ട് പോയ ഒരു വ്യക്തിയെക്കുറിച്ച് അന്നാണ് ഞാൻ കുറച്ചധികമായിട്ട് മനസ്സിലാക്കിയത്. തൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിലെ റുട്ടീനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ക്രിസ്തീയ ഗാനങ്ങൾ ശ്രവിക്കുകയും കൂടെ പാടുകയും അതോടൊപ്പം തന്നെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദേവാലയത്തിൽ വരുവാൻ സാധ്യമല്ലാതിരുന്നെങ്കിൽ തന്നെയും വിശുദ്ധ കുർബാനകളൊക്കെ ഓൺലൈനിലും അല്ലാതെയും ഒക്കെ കാണുകയും കേൾക്കുകയും അതിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ശോശാമ്മയുടെ അനുഭവ സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഇടയായി.
വളരെ സന്തോഷം തോന്നി. ജോസ്റ്റാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ശേഷമേൽ പറഞ്ഞ് ഞാൻ സ്വർഗത്തിൽ തന്നെ പോകുമടി. അത്രമാത്രം പ്രത്യാശ, ഉറച്ച വിശ്വാസത്തിൽ കടന്നുപോയ വ്യക്തിയാണ് ജോസ്റ്റാൻ. തീർച്ചയായിട്ടും വചനം നമുക്ക് കാണിച്ചിരുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. മരണം എന്ന നിത്യമായ ആ അവസ്ഥയിലേക്ക് പോകാതെ കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ച്, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഈ ലോകത്തിൽ ജീവിച്ച് ഭാഗ്യമരണം പ്രാപിച്ച പ്രിയ ജോസ്റ്റാന് നിത്യതയിലെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകാം. വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാരുണ്യം സഹായം അയച്ചു കൊടുത്ത് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളോടും എല്ലാ കമ്മ്യൂണിറ്റിയോടും ന്യൂജേഴ്സി സെന്റ് തോമസ് കാനായ ഇടവകയുടെ അനുശോചനവും എൻ്റെ വ്യക്തിപരമായ അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, ശമാസൻ, സ്നേഹമേറിയ സഹോദരി സഹോദരങ്ങളെ, Jos was a devoted member of our church. He was very active in the church's affairs. In fact, he was the secretary of our parish for several years during the late 90s. It was only a recent couple of years that he was actively involved with church activities because of his lack of health. Holy Bible teaches us that our life on earth is a short one. According to Psalms 19, King David says, I am only here as a foreigner. And he asked God to help him to understand how short this life is. We should realize that God has a purpose for creating us and putting us on this earth. And that is not to live for a short period of time, but to live for a long time. And we are made for God, we are made by God, and we were made forever. Jos wasn't afraid of death. He had a good life, a perfect life with his children and grandchildren. And he had strong faith and hope for eternal life. Most people are afraid of death because of several reasons. First of all, they love this life so much, they wouldn't want to be taken away from this life. They don't want to give up the luxuries of this life. Another reason they are afraid to die is their ignorance about what comes after death. No one has returned to us from death and told us how it is after death. Jesus Christ is the answer to those questions. Jesus said, I am the way, the truth, and life. Whoever believes in me will never die. Books of St. Paul teaches us about eternal life with God. They think only of things that belong to this world, but we are our citizens of heaven. He will change our weak and mortal bodies. Death is not the end of life, but it is only the beginning of eternal life. So as Christians, this should be our faith and hope.
hope that one day we will meet all our loved ones in the presence of the Lord. My heartfelt condolences to Sonia, Jacoby and his family, Marilyn and her family, Sonia and her family, and the rest of the family members. May God bless us all. Thank you. ഫിലാഡൽഫിയ ഓർത്തുമറിയം പള്ളി വികാരി ബഹുമാനപ്പെട്ട EM എബ്രാച്ചൻ ഇപ്പോൾ അനുശോചന പ്രസംഗം. അനുഗ്രഹിക്കപ്പെട്ടവർ മംഗളത്ത് കുടുംബമായിട്ട് കുറെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ദിവസാനാണെങ്കിൽ ഞാൻ കുറച്ചു കാലം യോഗേഷ് പള്ളിയിലെ വികാരിയായിരുന്ന സമയത്ത് പരിചയപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ സഹകരണത്തിലുമൊക്കെയും ആയിരിക്കുവാനുമായിട്ട് ദൈവം ഇടയാക്കിയ നല്ല കാലത്തെ ഓർക്കുന്നു. ഞാൻ ഓർക്കുന്നത് മരണം എത്ര പെട്ടെന്നാണ്. മനുഷ്യന് നിശ്ചയമില്ലാത്ത ഒരു കാര്യമാണ് മരണം. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു വിരുന്നുകാരൻ. പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ വാങ്ങിപ്പോയവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുവെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ ഒരു ദൈവപൈതനല്ല ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ളതായ യാത്രയാണ്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 ഈ ലോകത്ത് നമ്മൾ കുറച്ചു കാലം ജീവിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാവർക്കും ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടുന്നതായ ഒന്നാണ് മരണമെന്നുള്ളത്. ഈ ഇരിക്കുന്ന നിങ്ങളല്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടവരാണ്. ഒരു 75 വർഷം ആയുസ്സുള്ള ഒരു മനുഷ്യന് ദിവസങ്ങളുടെ കണക്കെടുത്താൽ 29,000 ദിവസമാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു 50 വയസ്സോ അല്ലെങ്കിൽ 60 വയസ്സോ 65 വയസ്സോ ഉണ്ടെങ്കിൽ നമുക്കിനി ശേഷിച്ച ഈ ലോകത്ത് ജീവിക്കാനുള്ള ദിവസങ്ങൾ നമുക്ക് വിരലിൽ എണ്ണി തീർക്കാവുന്നതാണ്. 5000 അല്ലെങ്കിൽ 7000 അതുമെങ്കിൽ 3000 അത്രയും ദിവസങ്ങളാണ് നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നത്. അതുപോലെ മരണത്തെ ജയിച്ച മരണത്തിന് ശേഷമുള്ള ജീവിത അവസ്ഥയെക്കുറിച്ച് തൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും കൂടെ നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഒരു നിത്യത അല്ലെങ്കിൽ ഒരു സത്യമുണ്ട്, ഒരു ഉയർപ്പുണ്ട്. കർത്താവ് പറയുന്നതിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തെ വിട്ട് അവൻ ജീവനിലേക്കുള്ളതായ പ്രവേശനമാണ് ലോകത്തിൽ നിന്നുള്ളതായ യാത്ര. അതുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോഴും അതുപോലെ നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരങ്ങളുടെ അനുഭവത്തിലൂടെ വലിയ ഒരു നിത്യ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തവൻ അവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടക്കുമെന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം. അതാണ് ഓരോ ദൈവത്തിൻ്റെയും പ്രത്യാശ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് പലപ്പോഴും ലോകത്തിലെ മോഹങ്ങളുടെ പുറകെ നമ്മൾ ഓടുമ്പോൾ എപ്പോഴും കടന്നു വരാവുന്ന ഒരു വിരുന്നുകാരനാണെന്നുള്ളതായ ഓർമ്മ, ആ വലിയ സത്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. നമ്മുടെ പരിശുദ്ധന്മാരായ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വേർപാടിൻ്റെ വേളയിൽ ആത്മാവ് ശരീരത്തോട് ചോദിക്കും, നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്ത് ഉപകാരമാണ് നീ എനിക്ക് ചെയ്തത്? ഈ ശരീരത്തിൽ ഈ ആത്മാവ് വസിക്കുന്നത്, ഈ ശരീരത്തിന് ഈ ആത്മാവിനോട് വലിയൊരു കടമയുണ്ട്. നമ്മൾ പ്രാർത്ഥനയിലും നമ്മുടെ ആരാധനയിൽ നമ്മൾ പാടുന്നുണ്ട്, വേർപാടിൻ വേളയിൽ ആത്മാവ് മെയ്യോടുക ചെയ്യും എന്തുപകാരം എനിക്കേകി. ഈ ശരീരത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ശരീരത്തിന് ചില കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ആത്മാവിന് വേണ്ടി കരുതുവാനുള്ള ബാധ്യതയുണ്ട്. ഞാൻ ഈ സമയത്ത് അനിശാനോടും കൊച്ചുമയോടും ജോസേൻ്റെ കുടുംബത്തോടും ശശമ ആൻറ്റിയോടും മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ ഈ വേർപാട്
നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുണ്ട്, ഇത് നമുക്ക് ദൈവം ഈ 68 വർഷക്കാലം ദൈവം നമുക്ക് ജോസനെ തന്നു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഉത്തരവാദിത്തോടുകൂടി കടമകൾക്ക് നിറവേറ്റി ഇന്ന് ദൈവ രാജ്യത്തിലേക്ക് യാത്ര പോവുകയാണ്. നമുക്ക് അദ്ദേഹത്തിന് അനുചിതമായ ഒരു നല്ല യാത്രയൊക്കെ നൽകാം. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന കടന്നു വന്ന എല്ലാവരും ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. കാരണം നമ്മുടെ കർത്താവ് അരുളി ചെയ്തു, നിങ്ങൾ ഒരുമനപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാനത് ചെയ്തു തരാം. ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവസന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. എൻ്റെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഈ ആത്മാവിൽ ജോസഫിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് അർപ്പിക്കാം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന വർത്തമാന പള്ളിയുടെയും അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. ദൈവം തമ്പുരാന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്ന് ചേരുവാനും നിന്റെ വിശുദ്ധ മാലാഹമാരോട് ഒരുമിച്ച് എന്നേക്ക് വസിക്കുവാനും അവനെ സംഗതിയാക്കണമേ. സംരക്ഷകനാം നാദാദേവാ ലോയാരാവും പകലും തിരുമും വിൽക്കണേ. ഭൂഘട്ടൻ പ്രാർത്ഥന നിൻ സവിധം ശ്രദ്ധിച്ചിടണമെൻ യാചനയെ നിന്മേ മോഹിച്ചെന്നാൽ പെട്ടോരെ പോലെ ഞാൻ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാരത്തിനാളിൽ കൊണ്ടോരിരുമയും മോചനമേകും ദുരക്തമതും നിങ്ങളതിർത്തിടോ മരഭാഗേ സ്തോമൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്വതന്ത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും സദാസമയത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ദൈവമേടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. സ്വതഹായ
ഉണ്ടായിരുന്നവനും ഇപ്പോഴുമുള്ളവനും എന്നിവന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മെസ്സിഹ തമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും ഇരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ ദേഹങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും ശിക്ഷാം നിർമ്മിതാകുന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തീയതാകട്ടെ അവനവനാൽ പ്രവർത്തിക്കട്ടെ കൊടുത്ത് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും പരിപ്രവാചനവും ഭയങ്കരവുമായ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിർമ്മാപിച്ചിരിക്കുന്ന ഈ ദാസനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളേണ്ടമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും എന്നുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തതായ വചനം ഞങ്ങളിലും ഇവനിലും നിറവേറ്റണമേ. ഞങ്ങളും മരത്തിൽ നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണിക്കും. നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. പാർക്കുമോ بطريق الملمول والمي قولو سكسب لندمي سدمسي خموتو لطول من شافي استازاز انصبر الأخير رضبا سقبان شي وموتو تنيون العالم لطومي ബലവാനും മഹാർണിവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, ലേഖനം എടുത്തിരിക്കുന്നതിനാൽ നിത്യപ്രാശത്തിന് വേണ്ടി സമയത്ത് നടത്തിരിക്കുന്ന ഇതും കൈക്കൊണ്ട് സ്വർഗീയ മൽമോഹനീയ വാസ്ത്രങ്ങൾ ഇവരെ ആശ്രയിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും ഭാവങ്ങളുടെ മാനത്തും രൂപാടും അപ്രസംഗിക്കും പിന്നെ അതിനാക്കുകയും ചെയ്യണമേ. മോഡൻ മാലോഹാലവൽമേ ടുങ്കൈ പാണി മരനകാസം പോകാമുടയോ നിന്നെ ആരായ നേന്നാത്മാവോ രാധോദരൻ ചൊല്ലും നേരം പാര ഘോരം ഭേദകരം കണ്ണീർ കവിളിലൊഴുക്കിക്കൊണ്ടാത്മാവോതുന്നു ശാന്തിയോടുദ്ധാനത്തോളം തരുളെ നിവസിക്ക. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ഞാൻ വൈദേശികരെന്നേ വാഞ്ചോന്നി ആൾ വീട്ടുടയോൻ വീട്ടതിനാൽ നിൽപ്പാൻ തരമില്ല. പ്രേഷിതരെന്നോ ദേവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക. കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും. മോഹനദശ്വര മന്ദിരമേ വാഴ്ക ശുഭം മെയ്യേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ബാറക്കുമോ സുബ്ഹാന ബോലെ ബ്രോവൽ റൂഹ കാദീശോ ദൈവസുത വഴി യാത്രയിലെ പാതയം നീയാം ജഗതി പോഷകനെ ബശിൽ നീ എന്നെ പോറ്റി. ഞാൻ
വീണു വാസന വീശുമ്പോൾ മാമോദീസ എനിക്കോർത്താൽ മൂന്നാത്തൊരു നൗക നാഥാ നിൻ കൃപ കാണണമേ ഞാനു ദാനത്തിൽ ഹല്ലേലൂയ യോ ഹല്ലേലൂയ മനോലം മാതാമിനോലം വേർപാടിൻ വേളയിലാത്മായോടൂരാജയോ എന്തുപകാരം എനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തനാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാനുടമസർഗേകി ഭീകരസിംഹാസന സുവിധാം പോകുന്നേനെ ഹല്ലേലൂയ ചെയ്തികളറിയിപ്പാൻ മുറിയോറാഹെ മേലൈനുവാദാറേ പ്രാർത്ഥനയാൽ നാദാദേവ ദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ രക്ഷിപ്പാൻ വന്നോൻ മശിഹ നീയൻ സങ്കേതമിത്രം ചവരുളേൻ പാതാളത്തിൽ നിൻ ശ്രീവായാളേൻ ദൈവം എൻ വേർവാടാസന്നം ഞാൻ നിങ്ങളിൽ നീന്തിപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പേൻ നിങ്ങൾ വത്സലരെ ശാന്തിയാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പേൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ഏൽക്കുക ദേവാ നിൻ ശരണേ നിദ്രയിലായോരാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനെ ആർദ്രതയാൽ നാദാദേവ ദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ മക്കളിലപ്പം കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യന്മാരുടെ നാളുകളോ ഹല്ലേലൂയ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ ജീവാശ്രമം നടത്തണമേ കബറിനു ധ്യാനത്തിനായി സൗമൻകാലസ്കുറിയലായി സോരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ബ്രോതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്നവരോട് എഴുന്നേറ്റോ ഉയരേകും നീന്നെ സ്തുതി ചെയ്തിടുന്നു എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ കമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ എങ്ങത്തിട്ട് വഹിച്ചതു ഞാൻ എന്നും കാർത്താറും മഹത്വം മുറിയോറാകെ മേലൈനോ കരുണ നിറഞ്ഞവനെ
നമ്മുടെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ശേഷിക്കുന്ന ഒരു ശുശ്രൂഷയുടെ നാളെ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. നാളെ 9 മണിക്ക് ദേവാലയത്തിലുള്ളതായ ശുശ്രൂഷ ആരംഭിക്കും. തുടർന്ന് ഇവിടെ സെമിത്തേരിയിലുള്ള സംസ്കാരവും ശുശ്രൂഷയും നടക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. ഇപ്പോൾ കാണാൻ നിൽക്കുന്ന ആളുകൾ മുന്നോട്ട് കടന്നു കാണാനുള്ള അവസരം. To invite Jocelyn's sister Amni, and after Amni will be a song by Jocelyn's grandchildren. So please get ready to come up after. ബഹുമാനപ്പെട്ട തിരുവേനി പെട്ടെന്നുള്ള ജോസിന്റെ കുറവാണ്. ഞങ്ങൾക്ക് ലക്ഷ്മിയായിപ്പോയി. എങ്കിലും ഞങ്ങൾ 5 പേരുള്ളതിൽ ജോസ് 4-ാമത്തേനാണ് പെട്ടെന്ന് കടന്നു പോയത്. താങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ബ്രദർ കോട്ടയത്തുള്ള 2-ാമത്തേത് പറയുന്നത് അവന് ഓവർടേക്ക് ചെയ്ത് പോയല്ലോ എന്ന് പറഞ്ഞ് അവൻ കരയുന്നത്. അപ്പം എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ 4 ആണും ഞാനൊരു പെണ്ണും. ഞങ്ങൾക്കുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആരെയും ഒരുപാട് ആഹ്ലാദ പ്രകടനങ്ങളൊന്നുമില്ല. കാണുമ്പം ഭയങ്കര അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, കള്ളം പറയരുത്, ഒരു തെറ്റെന്ന് സമ്മതിക്കുന്നവൻ ഒരു ഭടനയേക്കാൾ ധീരൻ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കാനൊന്നും അല്ല പറഞ്ഞു തന്നത്, ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജോസ് അതുപോലെ കള്ളം പറയത്തില്ലായിരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കള്ളം പറയത്തില്ല എന്ന് പറയുമ്പോൾ അല്ലേ ജേക്കോബി? ജോസ് നെവർ ടെൽ ലൈ. കറക്റ്റ്. കള്ളം പറയത്തില്ലെന്ന് പറയുമ്പോൾ ഒരു 85% കറക്റ്റ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലും മുൻകോപോ ദേഷ്യം വരുമെന്നുള്ളത് ഉള്ളായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 3-ാമത്തെ കുർബാന 3-ാം ദിവസത്തെ കുർബാന കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പം ജോബി
എന്നോട് വന്ന് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് പറയുകയൊക്കെ ചെയ്ത് അതിന് സങ്കടം പറഞ്ഞപ്പം ആ കൊച്ചിങ്ങനെ അവൻ്റെ ആ തൊട്ടിൽ ഇങ്ങനെ കിടക്കുക. ആ കൊച്ച് അവിടെ കിടന്നുകൊണ്ട് എന്നെ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് എന്തുവാണെന്ന് പറയാൻ എനിക്ക് സാധിച്ചില്ല. അത് ഞാൻ ഇപ്പോഴങ്ങ് പറയാൻ ആഗ്രഹിക്കുക. എനിക്ക് തോന്നുന്ന ആ മെസ്സേജ്, ഡോണ്ട് ക്രൈ, യു ക്യാൻ സീ ഹിം ഇൻ ഹെവൻ. ജഗവി, ഞാൻ നിങ്ങളുടെ ജഗവിയുടെ കാര്യം, സോണിയ, മെർലിൻ, ശോശാബ, എല്ലാവരോടും ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ മെസ്സേജ് അതിങ്ങനെയാണ് കൈ കാണിച്ചത്. ജോവിനും കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇപ്പോഴാണ് പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും പറയുക. വി ക്യാൻ സീ ഹിം, ഡോണ്ട് ക്രൈ, വി ക്യാൻ സീ ഹിം ഇൻ ഹെവൻ. ജോസ് നല്ലതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇല്ല, പ്രാർത്ഥിച്ചെല്ലാം അടച്ചെന്ന് വെക്കും. അതിൽ മഞ്ഞരിക്കര തിരുമേനിയുടെ കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ചൊല്ലിയ ചർച്ച വെക്കുന്നു. അതുപോലെ അല്ല, പിന്നൊരു ധ്യാനം ഒന്നുമില്ല. പ്രാർത്ഥിക്കുമായിരുന്നു, പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ശ്വാസം പറയും, എൻ്റെ പേരൻസിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. മരിച്ചവരുടെയൊക്കെ ചൊല്ലുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും മരണത്തെ പ്രത്യാശയായിട്ട് കാണുക. നമുക്ക് വീണ്ടും സ്വർഗ്ഗത്തിൽ വെച്ച് കാണാമെന്നുള്ള ആ പ്രത്യാശ എല്ലാവരെയും ഭരിക്കട്ടെ എന്ന് പറയുന്നു. കണ്ടുകൊണ്ട് നടത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും ജോസിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. We will now be playing a video from Benny Uncle from Dallas, Joe's uncle's cousin.
ജോസ്റ്റാനെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ഒരു മൂത്ത ബ്രദറായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ ബാച്ചിലറായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ BCom എടുത്തു പഠിച്ചു. അവരും ജോസ്റ്റാൻ BCom ആയിരുന്നു. ഞാൻ പലപ്പോഴും വിളിച്ച് BCom എടുക്കുന്നതിനെക്കുറിച്ചുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ജോസ്റ്റാൻ ബാച്ചിലറായിരിക്കുമ്പോൾ അറിയാം. ജോസ്റ്റാൻ BCom കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങനെ വിവാഹം കഴിഞ്ഞ് അമേരിക്ക വന്നു. ദൈവത്തോടെ അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങളായി ഞങ്ങളോട് വന്ന് താമസിച്ചിട്ടുണ്ട്, ഒരു നൈറ്റിലെ കുഞ്ഞുങ്ങളുമായിട്ട്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്കും ജോസ്റ്റാനെയും മക്കളെയും എല്ലാം അറിയാം. ദേ ആർ ഓൾസോ വെരി ഷോക്ക്ഡ് ആൻഡ് ദർ സിൻസിയർ പ്രേയേഴ്സ് ആൻഡ് കണ്ടോളൻസസ്. നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആശ്വാസം ലഭിക്കും. എന്നാൽ ഈ ഫാമിലി, പ്രത്യേകിച്ച് മെർലിന്, സോണിയ, ജക്കോബി, ബ്രദേഴ്സായിട്ടുള്ള കുഞ്ഞോനിച്ചാന്, അനിയച്ചാന്, അമ്മിയമ്മ, ജയമോനിച്ചാൻ, ഇവരെല്ലാവരും ദുഃഖത്തിലാണ്. ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും. എന്നാൽ ദൈവം അവരെ ആശ്വസിപ്പിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വചനം, ദുഃഖിക്കുന്ന ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ ദുഃഖം താൽക്കാലികമാണ്. ജോസ്റ്റാനിൽ കൂടി പകർന്ന സ്നേഹവും ആ ധൈര്യവും ഈ മക്കളെയും സഹോദരങ്ങളെയും മുന്നോട്ട് ദൈവം നടത്തും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്രത്യാശയുള്ളവരാണ് കർത്താവിൽ. കാരണം യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ആ പ്രത്യാശ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള പ്രത്യാശയാൽ ആ തീരത്ത് കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് യാത്രയപ്പ് കൊടുക്കാം. ഞാൻ അടക്കത്തിന് എത്തുന്നുണ്ട്. നേരിൽ ആ യാത്രയിൽ പങ്കെടുക്കാൻ കർത്താവ് അനുവദിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ബ്ലെസ്സിങ്സും നേർന്നുകൊണ്ട് എല്ലാവർക്കും ആശ്വാസം പോരാൻ ദൈവത്തിൻ്റെ കരങ്ങൾ, കർത്താവിൻ്റെ കരങ്ങൾ നീട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് keep you safe and warm. This bond between us can't be broken. I will be here, don't you cry, 'cause you'll be in my heart. Yes, you'll be in my heart. From this day on, now and forevermore. You'll be in my heart.
Now I'll invite Jocelyn. Hi, my name is Jocelyn, and for those who don't know me, I'm Jose Abraham Mangalath's daughter-in-law. He was my husband's dad, and he embraced me like a daughter instantly. He was my children's dear papa. He would play Johnny, Johnny, yes papa for my daughter Julia when she was a baby, and that's how she dubbed him her papa. He adored his grandkids, and they all adored him. He spoiled them so much, always holding them, showing them videos, teaching them with his inquisitive questions. He has been my dad for the past 10 years. When I say 10 years, it doesn't sound as long as I feel. I feel like I've known him so much longer. I celebrated so many big milestones with him during that time. Getting married, having children, buying our first house. Sometimes blessings happen in disguise. My family and I have been blessed with living with Dad and Mom in their home for the past 4 months while we're in the middle of moving. We were beyond grateful for that time with him. Just the day-to-day small moments have left a big impact on me. You used to wake us up every morning at 6 a.m. with Christian songs playing at top volume, one after the other. Your favorite song was Enda Devam Swargam Simhasanam. I find myself humming that tune on the way to work for 10 minutes before realizing and finally turning on Z100. My son Caleb loved that song too because of Dad. If Caleb is sick or cranky, he is soothed the minute we turn that song on rather than other songs like Baby Shark. We took over his life these past 4 months when we moved in. From his closets, his sofas, having baby bottles everywhere, and he was genuinely not bothered at all. He showed us his love for us every day by keeping your door wide open at night so you can know the minute the baby cries, from patiently waiting for Jacoby to get up from when he sits in your favorite spot on the sofa, constantly checking if we ate yet, making sure Julia drank a big glass of milk every night before bed. When I was reading this speech at home today, Julia heard me and told me, "Don't forget to say how Papa always buys me my favorite ice cream every day." I'm going to miss our daily conversations. I'm going to miss watching you tease Mom all day long, watching Jeopardy and Wheel of Fortune on the dot at 7 p.m., and teaching me how to cut Caleb's hair with clippers out on the back deck. Caleb is still rocking your stylish haircut tonight. He was generous. He was very smart. He was a 90s movies and songs fanatic, and he was very funny too. His funny remarks would just catch me by surprise. Just recently, I remember hearing him ask our nephew Mason, "Uni, why do feet smell and noses run?" It made me laugh from the other room. I will treasure these moments forever and take all the good parts of you and promise and emulate them in my life. You always used to say or tease to my daughter Julia, "Julia, me, what am I going to do when you move to your new house? I'm going to miss you so much. I'm going to be so lonely." And now somehow you have left us first instead, leaving us all missing you instead. This past week has been very hard and sad without you, but at the same time, I saw glimpses of you every day through my husband Jacoby and his sisters Marilyn and Sonia. They have your quick wit, your very organized way of living, your sophisticated way of presenting yourself, your smarts, and your funny jokes. You have left a part of you here with them. I will really miss your comforting presence among us, Dad. Rest in peace, Papa. If you have not already come up for the viewing, please come now. I'd like to invite
Ajish and Sonia. Hi everyone. I'm Ajish, Joseph Abraham's son-in-law. So my first memories of Dad were actually as of Jocelyn, as I originally known him, from my early days at Yonkers Church. My first memories were him always rocking his red and white polo shirt, which before he got his Bar Harbor, Maine t-shirt collection, I think was his favorite shirt. And he was also the uncle that always made his son, Jacoby, sit on the first row of church. So because of that, I always thought he was a mean and scary uncle. And as I befriended Jacoby and started getting into trouble with Jacoby, Uncle always yelled at us and it reaffirmed my belief that he was scary. But over the years, as I grew up and Jacoby matured, I realized that Uncle was not as strict as he was, as I had believed him, and he was actually nice. One of my fondest memories was actually at a convention in the early 90s. For whatever reason, my family had a room mishap and we didn't have a room the first night. And Dad brought us into his room and told us that my whole family can stay with them in their room. That's like a total of 6 kids. So I don't know how he slept that night, but that was him, always willing to help without any hesitation. After Sonia and I got married, Jocelyn became Dad, and I got to know him even more. I realized how different he was from most uncles. In addition to the traditional Malayalam Christian music, he also listened to the Eagles, Shania Twain, and Chris Brown. In addition to the Mohanlal movies, he also liked Eddie Murphy, Clint Eastwood, and Ben Stiller. Recently, I learned he even used to dress up for Halloween with his co-workers. He truly had an open mind and really embraced the best of both American and Indian cultures. Another thing that I learned was he was a man of a few words. For those of you who were at our wedding, if you remember, Dad's speech was, and I quote, "Thanks for coming," end quote. Despite this, this did not prevent him from giving his kids good advice, and even me. Another key memory that I have is one day I was at the house, and Dad casually mentioned to me to check out Drake software. This was a professional tax prep software. Dad knew that I was a CPA, but I was working in IT and not really using my accounting skills. When he told me this, I checked it out, and it really piqued my interest and really got me going on my side hustle of doing tax work. I later realized this was Dad's gentle way of nudging me to explore accounting further. And this nature, his gentle nature of just nudging everyone without being too forceful, really showed everywhere. I remember one night, Jacoby was over my house. It was Thanksgiving, and Jacoby was telling me that when he first wanted to go to profusionist school, nobody told him. Everyone was telling him that it wasn't a bad idea, that career may not lead to anything, and he should just be happy with what he's now and finish up school as a respiratory therapist. Jacoby told me that his dad was the only one that believed in him and said, "Do what you want to do what you think is best, because I know you did your research and trust you." That was Dad. He always believed in his kids. That similar situation happened with Sonia and I when we first got married.
We were buying an investment property in Weehawken. There was a lot of questions and a lot of concerns from all of our relatives saying, hey, are you sure this is not a waste of money? But not Dad. He trusted that we did our due diligence. He never questioned what we had in mind, and he just supported us. He knew what we were capable of, and he knew that he could trust our decision. Besides just believing in his kids, he was extremely proud of them. This past week, I had to go through Dad's phone to get information and contacts to help with some of the logistical items. As I was going through some of his messages, I noticed several messages to all different people from all parts of his life where he would just brag about his kids, telling them about the littlest details about new jobs or promotions, and even just sending them pictures of his grandchildren and saying, I'm a happy grandpa. While he may no longer be here in person, the values he instilled won't go away. To my siblings and to Mom, I leave you with a Bible verse from the Gospel of John. Peace I leave with you, my peace I give you. I do not give you peace as the world gives. Do not let your hearts be troubled, and do not be afraid. God prepared you well enough to handle everything, including this moment. Mourn but don't dwell, rather live your best life and continue to believe in yourselves. Rest in peace, Dad. Hi everyone, I'm Sonia, Joseph's youngest child. I was going to say strong. I was strong up until this point, so I'm going to try to continue to do that for him. He was also known as Joe, or Joey to many. I knew him as Dad. I want to take this time to remember him and honor the special memories I had with him. Growing up, Dad was a strict parent who whipped us into shape at a near military level. When he was in his disciplinary mode, he expected us to answer him with yes, sir, to his orders. Dad was the family member no one challenged. That's until I came around. He would glare at me, wondering how I could question his authority, causing him much frustration. He was a true man of routine, waking up every morning at 4:30, would leave work at exactly 7:45, come home for lunch at 1:05, return to work at 1:50, and was home by 5:30 and in bed by 7. Even on the weekend, we went out to dinner every Saturday night, church every Sunday, followed by paying a visit to our family in Yonkers. He kept his things very organized, knew exactly where everything was and how he left it. He was also a very decisive person. He knew exactly what he wanted and didn't want, which made him into a super particular person. When he did find something that he loved, he was obsessed over it. He would play the same song countless times. Most recently, it's been Ende Devam Sorga. He would watch the same movie or video on YouTube or Facebook repeatedly for months. He was also very exact when it came to numbers, colors, times, places. He even had a specific parking spot at work, church, and home. I now see where I get some of my own OCD tendencies from. As much as he wouldn't want anyone to know, Dad was also the biggest mush. He loved to cuddle, for instance. I slept in my parents' room until an age that I'm too embarrassed to disclose, but my parents never told me to return to my room. Instead, Dad would ask me to pitti him, which means cuddle in Malayalam. He also got me whatever I wanted. If I expressed that I liked something, he would bring it home every day. One day, he came home with a Cadbury fruit and nut chocolate bar, and I told him I liked it. So he brought the same chocolate bar home every day for years,
while I was in middle school, going into high school. I would tell him countless times to stop, but he wouldn't accept it and just thought I thought I was burdening him. From then on, I had to be very careful with what I said around him, otherwise he would spoil me for years to come. Dad loved to travel. When he retired, Dad and Mom took many trips to Portugal, China, Spain, all around the Caribbean, to name a few. My parents have wanted to take a big family vacation. We spoke about the idea for many years. But with COVID, or the pandemic, and our busy schedules, it was hard to plan. Finally, this past March, our family took a spontaneous family vacation to Cancun for my parents' 40th anniversary and my mom's 70th birthday. Dad was so happy. He loved being with his kids and grandchildren, even if we weren't doing much. Their presence was enough for them. I'm grateful for the memories that we created during this trip, and will hold on to them forever. As we grew into adulthood, Dad always had this trust in his kids. He never interjected at our decisions for college, career choice, investments, and even relationships. Dad knew that we would figure it out. He trusted that we will either make the right decision or learn from our experiences, and that everything will be okay. And I truly believe his trust stemmed from knowing that he instilled strong values from us from a young age. Dad always reinforced right from wrong, trusting our instincts, earning respect, and working hard for what we want to accomplish. Dad was such a proud man in general, but his biggest pride and joy was his family. He loved all of us in his own way. Church, Dad always held a soft spot for you, as you were the child that turned into a father. You gave him all the first-time Dad memories that he often recalled. Bobby, most people would have to work up to see Dad with his guard down, but you brought him this comfort almost instantaneously. He knew that you will always make Church happy. Kobe, Dad was always the hardest on you. His intentions were to mirror the image that he held for us. Even though you were his weasel growing up, I truly believe that he was also the proudest of you in everything you have accomplished. Joss, I don't know where you are. Oh, there you are. Dad loved you and took you in as one of his own daughters. He experienced your genuine loving and caring nature and really enjoyed. Dad also spoke about planning another big family trip to Croatia next summer, generously offering to cover expenses. He was so excited over the thought of all of us getting together again for another family vacation. Daddy, I promise to fulfill your last wish and plan that family vacation to Croatia in your honor and memory. Thank you, God, for giving us the many years we had with Dad. I find comfort in knowing that Dad has experienced all the major milestones in life before his passing. I can still feel his presence everywhere, and I will try to hold on to that feeling forever. I love you, Daddy, and I look forward to being able to get to pity you again. You are forever in my heart. Our last speech is from Bobby of Marilyn. After the speech, we'll have the last viewing for today.
eldest child. So judging by what you've seen in terms of photos, like my dad, he passed away at the age of 69. I could remember his age so easily because it's exactly 30 years for my age. And this is the hardest thing I had to do during my birthday is to write an eulogy for my father. But as you can see from, he won't like that one, the upside down one, and I'll tell you why. But as you can see, he lived although his life was cut short, he lived an extraordinary life, a devoted wife, 3 children, 3 weddings, 3 extraordinarily wonderful in-laws, 5 beautiful grandchildren that he got to hold. And, in some ways, like, as sad as we are, the man checked off every box that you could possibly check off. He was well-traveled. I'm going off script here, but he was well-traveled, and it kind of plays into my speech once I get started. But as many have already heard, my father is a very complicated man, and that's putting it very nicely. For most who knew him, he was a bit standoffish, taciturn, kept you at a distance, stern. But to us, his family, his inner circle, our dad was quite opposite. He was gracious, adventurous, and a big old softy, especially when it came to his grandbabies. As a child, there were 2 simple rules we had to follow if we wanted to get along with my dad. Rule number 1, do what Daddy says because he's always right. Rule number 2, if Daddy's wrong, see rule number 1. So if I were to describe my dad's primary style of parenting in 2 words, it would be discipline and dictatorship. Although as a grandfather, my father was wrapped around his grandbaby's fingers. The word no was never said to Mason, Sophia, Julia, Serena, and especially Caleb. My dad demanded perfection, whether it's with school or even with our war. Everything needed to pass the Jose Abraham inspection before proceeding. At the same time, my dad was my hero. Brilliant, capable of doing anything he wanted, and tough as nails. He taught me to do my taxes when I was like 7 or 8 years old. To this day, I have a brother-in-law CPA and a sister-in-law who's also a CPA that I never used. Sorry guys. Dad made me very self-sufficient. One time I brought a test home for him to sign off. I was feeling pretty cocky. I was like, all right, 98 out of 100. He's gonna sign it off, get the pat on the back. My dad signed it and looked at me and goes, where are the other 2 points? I recall at that point, especially with him being the disciplinarian, I was like shaking and sweating, coming up, trying to come up with a witty response. But before I could answer, my dad's like, do you know why I demand so much of you? Again, trying to come up with that witty response. My dad finally said, it's because when you're an adult, the real world is a dog-eat-dog world. And the only way you'll survive out there is striving for perfection. People just take, and you'll need to fight for what you want. Be disciplined and get to the top. That one conversation with my dad shaped me into the person I am today. Because at that point, I started expecting more from myself, just like my father. Dad refused to raise fools, and he certainly did it with the 3 of us guys. On the flip side, my father was a well-cultured man. He was the one that introduced me to Western music, books, movies, international cuisine, and travel. One of my fondest memories of him was sneaking out of Kerala while we were all visiting India to go on a secret trip with him to Goa, where he worked after he graduated from college as an accountant. It wasn't until I reached the airport with him, he told me he didn't tell Mom or anybody else. So I was shaking it to come,
I was a little nervous coming back to my mom's wrath at that point. But as a 13-year-old, I was in wonder as he showed me around Goa, met his friends, ate at fancy restaurants, and of course, went shopping. When I returned to Kerala, we did have to endure Mom's wrath and rage, and never did something like that again, limiting our sneaking out to walking into the local pizzeria late Saturday nights whenever he had a hankering for pizza, which was one of his favorite foods. He also introduced me to MTV and VH1 and used to watch music videos with me, back when they actually had music videos. His favorite bands were ABBA, the Eagles, Fleetwood Mac, and anything from the 80s. Some of his first books I read as a teenager were from his personal collection. He loved true crime, so some of those books were a little inappropriate and a little gory, but I was hooked. Still today I read. As my kids entered adulthood, our relationship with our dad changed. We became his friends, his confidants. Suddenly, someone who I saw as impenetrable had fears and vulnerabilities. One of his fears was anything happening to the three of us, or any of his family. When we were kids, the three of us had the great, brilliant plan of sneaking out of the hotel room when we were on vacation. We wanted to go to the pool so bad, so we snuck out with our parents knowing, but we didn't know how to swim. Somehow all three of us wound up in the deep end and started to drown before my dad and my mom pulled us out. That was the first time we were ever screwed up so big, and I was expecting quite the yelling from him, but he wasn't angry. He was scared and terrified and couldn't say a word afterwards. Besides anything happened to his loved ones, my father was terrified of hospitals, medical issues, and up until late death. Often refusing to go to funerals and wakes. Months ago, he started blasting Christian music at 6 a.m., really loud, reading his Bible in the morning, and kept telling my mom, I'm going to heaven. The day before he passed, he had a doctor's appointment, the same one Sonia mentioned. And I told him, quit being a big baby, that he's not dying. I feel like his passing the next day was not only God's will, but another way for him to show me Daddy is always right. Recently, his desire to travel started up again, especially after he started going to PT for his back. And we were set to travel to Finland this week, in fact. And he was already planning that big family vacation to Croatia. I don't know why he picked Croatia, but he just was fixated by it. He was so excited, as I was discussing with him the day that he passed, our planned excursions to Sweden and Estonia. Especially when I mentioned the ABBA Museum and Swedish meatballs. Like, he was ready. He picked Finland because he Googled happiest place on earth. Instead of going to Finland, God called him to paradise. He had other plans. My father was certainly not ready to leave this world, but he was prepared. The last few months, he spent making peace with those he felt he needed to make peace with. He had also gotten his affairs in order, including updating beneficiaries and insurance information, and making it very clear to us where to find all this information. He was actually obsessed with it and kept bringing it up to my mom. She was getting really annoyed at that point. It was driving her bonkers. At the end, my dad made sure my mom won't have any worries after his passing. He was prepared. He also slowed down and chilled out more, like during the last 4th of July we celebrated together, where he let us run the fireworks show as opposed to being in charge. When I checked in on him and Mom, he looked like he was just sitting there, taking it all in. Sitting back, relaxed, smiling with our mom, watching his grandchildren drive his kids crazy like we used to, as we set fireworks without the need of the services of the local fire department. The last week, I saw a bit of Dad in all three of us. Traits that used to drive us crazy. My need to be crazy early everywhere we go. When I get nervous or in deep thought, I would shake my right leg like my dad used to. Someone needs to be in control during distress in order to get stuff done.
And lastly, Jacoby internalizing his feelings in order to stay strong for the ones he loves. For my entirety of my life, I wanted to make my dad proud. I know he was proud. Proud when we graduated, proud when we got married, proud when he held his grandchildren. We love you, Dad. And we'll miss you very, very much. Thank you. Hi, my name is Bobby Jan. If you don't know already, I'm Marilyn's husband. I've known Jose Abraham, my father, for 12 years. He's a quiet dean, as everybody has mentioned, and I like that. One of the first things I noticed, like, I was really grateful for is accepting myself and my family to his family. Additionally, as some of the I've been speaking about how similar, like Marilyn's first 2 rules, and everything that Marilyn was talking about earlier, that's kind of like how she lives. So a lot of the traits Marilyn's father has done is what Marilyn does too. So like, I really see a lot of Marilyn's dad in Marilyn. The uncanny trait organization, punctuality for events, attention to details. It's everything I've seen. I'm extremely thankful for this and my mother-in-law's help in raising my son, Mason, in the early years when I was away a lot. They even took him to Maine several times, I'm able to watch him. A lot of the memories that he had in the early life is my dad helped. During recent years, I was always willing to help him any way possible. Like recently I helped him put up a TV and sometimes come over to get the computer up. I mean, I enjoyed helping him. I really wanted to help him more. I mean, sometimes I miss him doing that. The one thing I would say that you were all traveling that I learned from his life is like, live life every day as the last. So make plans to travel. That's one thing I'm learning from, and which I've learned from that trip to Mexico and all the trips he has. He always considers the family, he always plans ahead of time, which is what which is what I'm trying to learn from him a lot. Which he was here longer to be and see Mason's graduations, but I'm grateful he was here to see Mason a lot. So, thank you. Please come forward if you haven't already for the last year. The funeral home will be closing at 8:30, so if you could just make your way out after. Thank you.
Amen.